കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലെന്ന് ഓർത്തപ്പം ഞാൻ ഞെട്ടി മാമ. ഈ ഡയലോഗ് അറിയാത്ത മലയാളി മച്ചന്മാരുണ്ടാവില്ല. നമ്മുടെ ലാലേട്ടൻ്റെ യോധ ഫിലിം അത് കാണാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ കാഠ്മണ്ഡുവിലെത്തിയിട്ട് നേരെ യോധ ഫിലിം ഷൂട്ട് ചെയ്ത സ്വയംഭൂനാഥ് ടെമ്പിളിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതിനെ ഇവിടെയുള്ള ആൾക്കാർ മങ്കി ടെമ്പിൾ എന്ന് പറയും, കാരണം അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അഖിലേഷ് ജീൻ്റെ കസിൻ ബ്രദറായിട്ടുള്ള അഭിഷേകിൻ്റെ കൂടെ നേരെ പോയത് സ്വയംഭൂനാഥ് ടെമ്പിളിലേക്കാണ് കേട്ടോ. ഞങ്ങളിതിൻ്റെ ബാക്ക് കൂടെയുള്ള വഴിക്കൊക്കെ പോയത്. അവിടെ ഇന്ത്യക്കാർക്ക് ഒരാൾക്ക് 50 NPR എൻട്രി ഫീ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ നേർവഴിക്ക് വരികയാണെങ്കിൽ ഏകദേശം 100-400 സ്റ്റെപ്പുകൾ ചവിട്ടിയിട്ട് വേണം അമ്പലത്തിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്വയംഭൂനാഥ് ടെമ്പിളിലൊക്കെ കയറിയിട്ട് സംഭവം ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട നല്ല അടിപൊളി കിടിലൻ സ്പോട്ടാണ് കേട്ടോ. നല്ല പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലമാണ് ഈ സ്വയംഭൂനാഥ് ടെമ്പിൾ. ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും വരേണ്ട ഒരു അമ്പലമാണ് കേട്ടോ കാഠ്മണ്ഡുവിലുള്ള ഈ സ്വയംഭൂനാഥ് ടെമ്പിൾ. അപ്പം നിങ്ങൾ ഇതുവരെ എന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളി. കിടിലൻ നേപ്പാൾ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.